ദൈവം സമാധാനമേ, അവൻ ശാശ്വത സമാധാനമേ. നമ്മുടെ ദൈവം സമാധാനമേ, അവൻ ശാശ്വത സമാധാനമേ. ലോകം നൽകാത്ത സമാധാനമേകുമേ, അവൻ എൻ്റെ സമാധാനമേ. ലോകം നൽകാത്ത സമാധാനമേകുമേ, അവൻ എൻ്റെ സമാധാനം. സുഭാഷിതം. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. വാച്ച് therefore and pray always, that you may be counted worthy to escape all these things that will come to pass, and to stand before the Son of Man. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായത്തിന്റെ 36 വാക്യമാണ് വായിച്ചത്. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഈ അധ്യായത്തിന്റെ 25 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിനെക്കുറിച്ചും അവിടുത്തെ വരവിനായി കാത്തിരിക്കുന്നവർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും വിശദീകരിക്കുന്നു. 34 വാക്യത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. ആ ദിവസം എന്നാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. മത്തായി 24:36 കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്നാണ്. എന്നാൽ ആ ദിവസം വന്ന് സംഭവിക്കും എന്നുള്ളത് നിശ്ചയമാകുന്നു. പെട്ടെന്ന് കാര്യങ്ങൾ വന്ന് സംഭവിക്കുമ്പോൾ ഒരു ക്രമീകരണം ചെയ്യുവാൻ പിന്നെ അവസരമുണ്ടാകുകയില്ല. കർത്താവ് 2 അടയാളങ്ങൾ അതിനുദാഹരണമായി പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് 17:26 പറയുന്നു, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. രണ്ടാമത്തെ ദൃഷ്ടാന്തം ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ. അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു എന്ന്. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. അങ്ങനെ ഒരു ദിവസം എപ്പോൾ വേണമെങ്കിലും വന്ന് സംഭവിക്കാം. ഒരു യഥാർത്ഥ വിശ്വാസി ക്രിസ്തുവിന്റെ വരവിനെക്കുറിച്ച് അത്തരം ഒരു പ്രതീക്ഷയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലെ ചിന്തനങ്ങളാണ് നമ്മെ കർത്താവിനോട് അടുപ്പിക്കുന്നതും കർത്താവിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നതും. 34 വാക്യത്തിൽ നാം വായിച്ചത്, യേശു കർത്താവ് ഒരു മുന്നറിയിപ്പ് തന്നു. നമ്മുടെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത്? ഭക്ഷണ പാനീയ ഉപജീവന ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുകയാണോ? ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീനെന്ന് പൗലോസ് കൊലോസ്യർ 3:2 എഴുതിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവിടുത്തെ വരവിനായി നോക്കി പാർക്കുന്നവരുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടണമെങ്കിൽ 36 വാക്യത്തിൽ നാം വായിച്ചതുപോലെ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. പൗലോസ് വീണ്ടും പറയുന്നത്, പകൽ സമയത്ത് എന്നതുപോലെ നാം മര്യാദയായി നടക്കുക. പെരുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊണ്ട് മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കാതെ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. പ്രാർത്ഥനയാലാണ് നാം ദൈവവുമായി ബന്ധപ്പെടുന്നത്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് അടുപ്പിക്കുന്നു. പ്രാർത്ഥനയാൽ നാം മുന്നേറുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽപ്പാനും നിത്യരാജ്യത്തിൽ എന്നേക്കും കർത്താവിനോടൊപ്പം ആയിരിക്കാനും ഇടയാകും. ആകയാൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള പിതാവേ, ലോക സംഭവങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ അടിയങ്ങൾ വിശ്വസ്തയോടെ വചനപ്രകാരം പ്രാർത്ഥനയിൽ മുന്നേറി അങ്ങയുടെ സന്നിധിയിലെത്തുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.